ഇപ്പൊ ഒരു അമ്മയായ സ്ഥിതിക്ക് കാവ്യക്കത് മനസ്സിലാവും. അതായത് ഇപ്പൊ ഒരു കുഞ്ഞ് കരയുമ്പോഴേ, സംസാരിക്കാൻ പോലും ആവാത്ത പ്രായത്തിലുള്ള ഒരു കുഞ്ഞ് കരയുമ്പോ ആ കുഞ്ഞ് കരയണത് ചിലപ്പോ ഉറക്കം വന്നിട്ടായിരിക്കും, ചിലപ്പോ വിഷന്നിട്ടായിരിക്കും, ചിലപ്പോ വേദന കൊണ്ടായിരിക്കും, ചിലപ്പോ എന്തെങ്കിലും ഒരു അസ്വസ്ഥത കൊണ്ടായിരിക്കും, ചിലപ്പോ മൂത്രമൊഴിച്ച് നനഞ്ഞിട്ടായിരിക്കും. അപ്പൊ എന്തിനാണ് ആ കുഞ്ഞ് കരയണെന്നുള്ളത് കുഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണില്ല. പക്ഷെ കുഞ്ഞിന്റെ കരച്ചിലില് അമ്മയ്ക്ക് മനസ്സിലാവും ഇന്ന കാരണം കൊണ്ടാണ്, ഇല്ലേ? കറക്റ്റ് അല്ലേ? ഇന്ന കാരണം കൊണ്ടാണ് ആ കരയുന്നതെന്നുള്ളത് കുഞ്ഞിന്റെ അമ്മയ്ക്ക് മനസ്സിലാവും. അത് പറയാതെ തന്നെ മനസ്സിലാവും. അപ്പൊ ഒരു കുഞ്ഞിന്റെ അമ്മയ്ക്ക് ഇത് മനസ്സിലാവുമെങ്കിൽ ദൈവത്തിനും നമ്മൾ പറയാതെ തന്നെ നമ്മളുടെ കാര്യങ്ങൾക്ക് മനസ്സിലാവും. അത് ഒരു കുഞ്ഞും അമ്മയും പോലത്തെ കണക്ഷൻ തന്നെയാണ് വാസ്തവത്തില് നമ്മളും ദൈവവും തമ്മിലുള്ള കണക്ഷൻ. പിന്നെ എന്തിനാണ് ഈ പറഞ്ഞ പോലെ സജി മകയിര നക്ഷത്രം ക്ഷേത്രത്തിൽ പോയിട്ട് പറയേണ്ടത്? ഇപ്പൊ ദൈവത്തിനെല്ലാം അറിയാമെങ്കിൽ സജീനെ അറിയാം, സജി മകയിര നക്ഷത്രത്തിലാണ് ജനിച്ചതെന്നും അറിയാം. പക്ഷെ എന്തിനാണത് പറയേണ്ടി വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് ഒരു അവബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, നമുക്കൊരു അവയർനെസ് ഉണ്ടാവാനാണ്. ഞാനിവിടെ നിൽക്കുകയാണ്, എന്റെ നക്ഷത്രം ഇതാണ്. ആ ഒരു ബോധത്തോടുകൂടിയാണല്ലോ ഒരു പ്രാർത്ഥന വേണ്ടത്. ആ ഒരു ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എപ്പോഴും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഞാൻ ഗുരുദേവനോട് തന്നെ ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇത്രയും ലോകത്ത് ഇത്രയധികം എന്താ പറയാ ഭക്തരുള്ള അങ്ങേക്ക് എങ്ങനെയാണ് ഓരോ ഭക്തന്റെയും പ്രശ്നങ്ങൾ അറിയാൻ സാധിക്കാന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, എന്റെ തലയിൽ എത്ര മുടിയുണ്ടെന്നുള്ള എനിക്കറിയില്ല, പക്ഷെ ഒരു മുടിയിൽ പിടിച്ച് ആരെങ്കിലും വലിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് മുടിയിലാണ് വലിച്ചെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. അതുപോലെയാണ് ദൈവത്തിന്റെ കാര്യമുണ്ട്. അതായത് എത്ര ഭക്തരുണ്ടെന്നോ എന്തൊക്കെ ഭക്തർക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടെന്നോ ചിലപ്പോൾ അറിവുണ്ടാവില്ല, പക്ഷെ ഒരു ഭക്തന്റെ വേദന അറിയാൻ പറ്റും, പ്രശ്നം അറിയാൻ പറ്റും. അതൊരു കണക്ഷൻ തന്നെയാണ് ശരിക്കും.